ഹബീബായ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നമ്മൾ കാണുകയാണ്. അവിടെന്ന് പറഞ്ഞു, നിസ്കാരത്തെ പുച്ഛമായി കാണുന്ന കാലം വരും, നിസ്കാരത്തെ ചെറുതായി കാണുന്ന കാലം വരും, നിസ്കരിക്കാൻ ആളുകൾ പള്ളിയിൽ ഇല്ലാത്ത കാലം വരും. നിങ്ങൾ നോക്ക്, പണ്ട് കാലത്ത് നമ്മൾ സൗദിയിൽ പോയാൽ, നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ചെന്നാൽ നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ മുഴുവനും കടകളും അടക്കുകയാണ്. അസ്വലാ സ്വലാ എന്ന് പറഞ്ഞ് മുഴുവൻ ഷട്ടറുകൾ താത്തുകയാണ്. ഇതാരുടെ സംസ്കാരമാണ്? അത് സ്വഹാബത്തിന്റെ സംസ്കാരമാണ്. മദീന പള്ളിയിൽ സ്വഹാബത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ മദീനത്തെ സ്വഹാബത്ത് മുഴുവനും, അവിടുന്ന് ടൗണിൽ ജീവിക്കുന്ന സ്വഹാബത്ത് മുഴുവനും കച്ചവടക്കാരായ സ്വഹാബത്ത്, അവരിങ്ങനെ മാറി മാറി പറയുന്നു സ്വലാ സ്വലാ. എല്ലാവരും ഇങ്ങനെ കൈമാറിയിട്ട് മുഴുവനും ഷട്ടറുകളും അടച്ച് അവർ പള്ളിയിലെത്തുന്നു. എന്നാൽ ആ സംസ്കാരം പോയി. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അവരാൺകുട്ടികളാണ്. റിജാലുൻ, അവർ യഥാർത്ഥ യുവാക്കളാണ്, അവർ ധീരരായ പുരുഷരാണ്. അത് സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. അവർക്ക് അല്ലാഹുവിൻ്റെ നിസ്കാരത്തെ തൊട്ട് അവരെ കച്ചവടം അവരെ ശുഗിലാക്കുന്നില്ല. കച്ചവടം തടസ്സമല്ല, അവരുടെ ജോലികൾ തടസ്സമല്ല, അവരുടെ ബിസിനസ്സുകൾ തടസ്സമല്ല. അവർ സമയമാകുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നവരാണ്. എന്തേ അതിന് കാരണം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഖൽബും കണ്ണുമൊക്കെ മറഞ്ഞു പോകുന്നൊരു ദിവസം വരാനില്ലേ? ആ ദിവസത്തെ പേടിക്കുന്നവരാണവർ. ആ സ്വഹാബത്ത് അവർ കണ്ടില്ലേ, അവരുടെ ശീലമാണ് നിസ്കാരമായാൽ കടകളടച്ച് അവർ പള്ളിയിലേക്ക് പോവുകയാണ്. വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് ഓടി വരികയാണ്. ആ സംസ്കാരം നിന്നുപോയി. ഇന്ന് നമ്മൾ പോയാൽ നിസ്കാരത്തിൻ്റെ സമയത്ത് വേണ്ടവർക്ക് പള്ളിയിൽ പോവാം, അല്ലാത്തവർ കച്ചവടം നടത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്.